ഈ സൈബർ രംഗത്ത് നമ്മൾ മാത്രമല്ല, ഈ സൈബർ ആക്രമണം നേരിടുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, അതുപോലെ സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതന്മാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഇത്തരം ആളുകൾ, ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെയും ഈ സൈബർ തെമ്മാടികൾ എന്ന് ഇൻവെർട്ടർ കോമ ഇട്ട് നമ്മൾ പറയേണ്ട ആൾക്കാരാണ് അവർ. ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആരെയും എതിർക്കാം, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുണ്ടാവാം, പ്രതിഷേധിക്കാം എന്ന് കരുതി നമ്മൾ ഒരാളിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും ഒക്കെ തന്നെ അടച്ചാക്ഷേപിക്കുക, അവരെ തെറിവിളിക്കുക, വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിക്കുക, അശ്ലീല വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുക, ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഞങ്ങളെ വല്ലാണ്ട് അലോസരപ്പെടുന്നു. പല ആളുകളും ഇവരെ പേടിച്ച് യുദ്ധത്തിനിറങ്ങില്ല. ഞങ്ങൾ ഈ പേടിയുടെ കുപ്പായം അഴിച്ചു വെച്ചു, ഞങ്ങളൊരു പോരാട്ടത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. സൈബർ ബലിയാടുകൾ. ധൈര്യമില്ലാത്ത, മുഖമില്ലാത്ത, നട്ടലില്ലാത്ത ആളുകളാണ് സൈബർ അധിക്ഷേപം നടത്തുന്നതെന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ധൈര്യമില്ലാത്തവന്മാരാണ് ഈ ചെയ്യുന്നത്. കാരണം ഇവന് നട്ടലുള്ളവനാണെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കാം. അപ്പോൾ അതിന് പ്രശ്നം അങ്ങനെ വരത്തില്ല. അങ്ങനെ ഇല്ലാതെ ഒന്നുകിൽ ഫോൺ വഴി അല്ലെങ്കിൽ ഇതേപോലെ എഴുതി അങ്ങ് വിടും. ഹൈക്കോടതി ജഡ്ജിയായി ജോലി ചെയ്യുമ്പോഴും വിരമിച്ച ശേഷവും കടുത്ത സൈബർ അധിക്ഷേപത്തിന് താൻ ഇരയാകുന്നുണ്ട്. താൻ ഇതൊന്നും വകവെക്കുന്നില്ല. എതിർക്കുന്നവരെ അസഭ്യം പറയാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ പണം നൽകി നൂറുകണക്കിന് ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്നും കമാൽ പാഷ പറയുന്നു. പ്രത്യേകിച്ച് ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി, ഞാൻ ആരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവരാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 100 പേരെ കണ്ട് ഇതിനെ അപ്പോയിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈ പണമുണ്ടല്ലോ, അപ്പോൾ ചെയ്യാം. ഇതിനു വേണ്ടി മാത്രം, ഈ തെറി വിളിക്കാനായിട്ട് മാത്രം ഉള്ള, ഈ സൈബർ ബുള്ളിയിങ് നടത്താൻ വേണ്ടി മാത്രമുള്ള ആളുകളെ ഒരു ഗ്രൂപ്പിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. വിമർശനമില്ലെങ്കിൽ ജനാധിപത്യം മരിക്കുമെന്ന് മനസ്സിലാക്കാത്തവർ രാഷ്ട്രീയക്കാരാണോ എന്നും തുതിപാഠകരെ മാത്രം മതി ഇപ്പോഴത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കെന്നും കമാൽ പാഷ പറഞ്ഞു. സ്തുതിപാഠകരെ മാത്രം അവർക്ക് മതി. അവരെ സ്തുതിഗീതം പാടുന്നവരെയൊക്കെ അവർ സംരക്ഷിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. ആരോഗ്യപരമായി വിമർശനം നടത്തിയപ്പോൾ തന്റെ സെക്യൂരിറ്റിയെ സർക്കാർ പിൻവലിച്ചു. കമാൽ പാഷ ഈ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അന്ന് എൻ്റെ സെക്യൂരിറ്റിയൊക്കെ വിഡ്രോ ചെയ്ത്, Y+ കാറ്റഗറിയിലുള്ളവനായിരുന്നു ഞാൻ. എൻ്റെ സെക്യൂരിറ്റി വിഡ്രോ ചെയ്ത്. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്ര നാൾ ജീവിച്ചിരിക്കാമെന്നൊന്നും ഞാൻ എങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നത് ധൈര്യമായിട്ട്. സാധാരണക്കാർ മുഖമില്ലാത്തവനെതിരെ പരാതിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? നിലവിലെ സാഹചര്യങ്ങൾ പരിധി വിട്ടു പോവുകയാണ് എന്നും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ആളുകൾ സോഷ്യൽ മീഡിയയെ വെറുത്തു തുടങ്ങുമെന്നും കമാൽ പാഷ പറയുന്നു. ചെല്ലും ചെലവും കൊടുത്ത് പാലൂട്ടി വളർത്തിയ സൈബർ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇത്തരം ക്രിമിനൽ കൂട്ടങ്ങളെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.